നമസ്കാരം, എൻ്റെ പേര് നിയ. മുണ്ടൂർ സേതുമാധവൻ്റെ കിളിമകളെ പാടുക എന്ന ചെറുകഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുണ്ടൂർ സേതുമാധവൻ എന്ന എഴുത്തുകാരൻ്റെ കിളിമകളെ പാടുക എന്ന ചെറുകഥ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു സായാഹ്നത്തിൽ മുല്ലപ്പൂ പരത്തുന്ന കാറ്റുകൊണ്ടിരിക്കുന്ന വിരഹയായ നന്ദിനിക്കുട്ടിയുടെ കഥയാണ് കിളിമകളെ പാടുക എന്ന ചെറുകഥ. ഒറ്റയ്ക്കിരിക്കുന്ന നന്ദിനിക്കുട്ടി മരത്തിൻ്റെ ചാഞ്ഞ കൊമ്പിലിരിക്കുന്ന നിർവലൻ കിളിയോട് തൻ്റെ വീടിൻ്റെ തിണ്ണയിലേക്ക് വരുവാനും പന്നിക്കൊയ്ത്ത് കാലത്ത് കണ്ടങ്കാളെ കൊണ്ടുവന്ന് തൂക്കിയ കതിർക്കൊലകളെ കൊത്തി തിന്നുവാനും വിളിക്കുന്നു. തിണ്ണയിലേക്ക് വന്ന കിളി നന്ദിനിക്കുട്ടിയോട് തൻ്റെ ചുമലിൽ കയറുവാനും ആകാശവും ഭൂമിയും ദേവതകളെയും കാണിച്ചു തരുമെന്നും പറയുന്നു. പക്ഷേ തനിക്ക് അതൊന്നും വേണ്ടെന്നും തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖം പോലെ തനിക്ക് സന്ധ്യാനാമം പോലുള്ള സങ്കീർത്തനമാണ് ആവശ്യമെന്നും പറയുന്നു. സ്വതന്ത്രയായ കിളിമകൾ ചില്ലയുടെ കൊമ്പിലിരുന്ന് പാടുന്നു. ആ സമയം അസുരലോകവും ദേവലോകവും നിശ്ചലമായി. നന്ദിനിക്കുട്ടിയുടെ അമ്മയുടെ കീർത്തനം, ആകാശവും ഭൂമിയും ലയിച്ച സ്നേഹ സങ്കീർത്തനം. മുണ്ടൂർ സേതുമാധവൻ എന്ന അനുഗ്രഹീത എഴുത്തുകാരൻ്റെ കിളിമകളെ പാടുക എന്ന ചെറുകഥ സാഹിത്യപരമായി വായനക്കാരെ ആകർഷിപ്പിക്കുന്നു. മികച്ച അനുഭവം വായനക്കാർക്ക് നൽകുവാൻ കഴിയുന്ന ഈ കഥ വായനവാരത്തിൽ ഞാനിവിടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം.